ഇയാൾ ഈ കൈവെട്ടിയ ഈ സവാദ് എന്നയാൾ ഒളിച്ചു കഴിഞ്ഞത് അത് വിദേശത്തേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ വന്നപ്പോഴാണ് ഇപ്പോൾ NIA പിടിയിൽ സവാദ് അകപ്പെടുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നിന്ന് തീവ്രവാദ ബന്ധമുള്ള ആളുകളെ പിടികൂടുമ്പോൾ സംസ്ഥാന പോലീസിനെ അറിയിക്കാതെയാണ് വരുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. വിവരങ്ങൾ ചോർന്നു പോകുമെന്ന് NIAക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. മട്ടന്നൂരിൽ എത്തി വേരത്തെ എന്നൊരു സ്ഥലത്ത് നിന്ന് ഇയാളെ പിടികൂടുമ്പോൾ സംസ്ഥാന പോലീസ് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ NIA ആ ഒരു സൂക്ഷ്മത ഇവിടെയും വെച്ച് പുലർത്തി. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? വിവരങ്ങൾ ചോർന്നു പോകുന്നുണ്ട് സംസ്ഥാന പോലീസിൽ നിന്ന്. മഞ്ജുഷ്, ന്യായമായും അങ്ങനെ തന്നെ സംശയിക്കണം. കാരണം നമുക്കറിയാം, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നാബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് കുറേയധികം റെയ്ഡുകൾ കാര്യങ്ങളൊക്കെ പല ആൾക്കാരുടെയും ഓഫീസുകളിലെ വീടുകളിലെ ഒക്കെ നടന്നിരുന്ന സമയത്തും ലോക്കൽ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലോക്കൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡേറ്റ, അതിന്റെ ഒരു എത്രത്തോളം സുരക്ഷിതമായിട്ട് അത് സൂക്ഷിക്കണം എന്നതിന്റെ ഒരു ഇന്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വളരെ കാര്യമായിട്ടുള്ള സംശയങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഫോഴ്സുകളുള്ള ലോക്കൽ പോലീസിനെ അറിയിക്കാതിരിക്കുന്നതോ, അല്ലെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ പോലും അവസാന നിമിഷം പരിമിതമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം അവരെ അറിയിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് നേരിട്ടല്ലാതെ നൽകുന്ന ചില സൂചനകളാണ്. കേരളത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് കേരള പോലീസ് ചീഫ് ആയിരുന്ന DGP ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തലപ്പത്തുള്ള ഒരാളിന് റിട്ടയർ ആയി പോകുന്ന സമയത്തെങ്കിലും കൺവിക്ഷനോടുകൂടി അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലായിരിക്കാം ആ സമയത്തെങ്കിലും പറയണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കേസുകൾ, ഇപ്പോൾ ഇത് ഒരു 10, 12, 13 വർഷം മുമ്പ് നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്നതിനെപ്പറ്റി നമുക്കറിയാം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വളരെ പ്രബലമായിട്ടുള്ള പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നതിനൊക്കെ ഒരു നാന്ദി കുറിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന ഒരു കേസാണിത്. അതിനുശേഷമുള്ള സംഭവം നമ്മൾ നോക്കിക്കോളൂ. അപ്പൊ ഇത് നടന്നതിന് ശേഷം കൂടുതൽ ജാഗ്രത സംസ്ഥാനത്തെ പോലീസാണെങ്കിലും മറ്റുള്ള അന്വേഷണ ഏജൻസികളാണെങ്കിലും ഒക്കെ പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് തന്നെ എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിൽ നോക്കിക്കഴിഞ്ഞാൽ വളപട്ടണത്ത് ഒരു IS കേസുണ്ട്. ഏതാണ്ട് 1 ഡസനിലധികം ആൾക്കാർ ISൽ പോയി എന്ന രീതിയിലും അവർക്ക് ആയുധ പരിശീലനം കിട്ടി, ഗൂഢാലോചനയിൽ പങ്കെടുത്തു, UAPA ചുമത്തി തുടങ്ങിയ രീതിയിലുള്ള വളപട്ടണം കേസ് അവിടെയുണ്ട്. അതേപോലെ തന്നെ കനകമല ഒരു കേസുണ്ട്. കനകമല IS ക്യാമ്പ് പരിശീലനം ഒക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. തൃശ്ശൂരിൽ മറ്റൊരു IS കേസുണ്ട്. കാസർഗോഡ് ഒരു IS കേസുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മൾ ഏലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. പുറത്തു നിന്നുള്ള ഒരാൾ വന്നിട്ട് ഇവിടെ എല്ലാം തന്നെ നല്ല പരിചയമാണ് എന്ന രീതിയിൽ ഇവിടെ നിന്ന് ലോക്കലായിട്ട് ഈ കത്തുന്ന വസ്തുക്കളൊക്കെ തന്നെ ശേഖരിച്ചിട്ട് കൊണ്ടുപോവുക, അതിനുശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കണ്ണു വെട്ടിച്ചിട്ട് കടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പത്തനാപുരത്ത് ജെലാറ്റിൻ സ്റ്റിക്ക് കാണുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് മടത്തറ, തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് മടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് പാക് മുദ്രണം ചെയ്തിരിക്കുന്ന വെടിയുണ്ടകൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ വാർത്തകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് അന്വേഷണ ഏജൻസികൾ വരുന്നു, ഇപ്പൊ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഒരുപക്ഷെ അന്ന് ഒരു തരത്തിലുള്ള ശ്രദ്ധയും ഒരു തരത്തിലുള്ള സീരിയസ്നെസ്സും ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന കാര്യം പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും വാർത്തകൾ വരുമ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു ആയുസ് മാത്രമല്ലേ അതിനുള്ളൂ, അതിൽ ഫോളോ അപ്പുകൾ വരുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇപ്പോൾ NIA വന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ നിന്ന് കുറെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. അതല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറങ്ങുകയല്ലേ? അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആളുടെ സവാദിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചതാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അപ്പോൾ കിട്ടിയിരുന്ന റിപ്പോർട്ടുകളെല്ലാം വിദേശത്തേക്ക് കടന്നു എന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ വരെ പോയി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നത്. അല്ല, സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. സംസ്ഥാന പോലീസിന്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അകമ്പടി ഒരുക്കുക, അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഒരു തീവ്രവാദിയെ കണക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നയിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പുലർച്ചെയൊക്കെയുള്ള അറസ്റ്റൊക്കെ കാണുന്നതും വീട് വളഞ്ഞിട്ടുള്ള അറസ്റ്റും ഒക്കെ കാണുന്നതൊക്കെ തീവ്രവാദ കേസുകളിലാണ്.
ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ സമരം നടത്തുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ ഇങ്ങനെ വളയുക, ഓഡ് അവേഴ്സിലൊക്കെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പിണിയാളുകൾ എന്ന നിലയ്ക്ക് ഒരു സംവിധാനത്തിനെ, ഒരു അന്വേഷണ ഏജൻസിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ വളരെ തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ഒരു വിമർശനമാണ്. ആ സമയത്താണ് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ണൂരിലാണ് നടക്കുന്നത്. ഇയാൾ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 9-10 മാസമായിട്ട് അയാൾ കണ്ണൂരിൽ തന്നെ, അതും മട്ടന്നൂരിൽ തന്നെ അദ്ദേഹം താമസമാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതിനോടകം തന്നെ വന്നിരിക്കുന്ന സംശയങ്ങൾ, അങ്ങനെയുള്ള ഒരാളിന് ഒരു ലോക്കൽ ഹെൽപ്പ് ഇല്ലാതെ ഇതൊക്കെ നടക്കുമോ? അയാൾ യാത്ര ചെയ്യുന്നത് മുഴുവൻ ഒരു ഓട്ടോറിക്ഷയിലാണ് എന്ന് പറയുന്നു. നാട്ടുകാരുമായിട്ടൊന്നും വലിയ രീതിയിലുള്ള സമ്പർക്കമില്ലാതെ അയാൾ കഴിയുകയാണ്. അപ്പോൾ അയാൾക്ക് താമസിക്കാൻ ഒരിടം, മറ്റുള്ള ആൾക്കാരുമായി സമ്പർക്കമൊന്നുമില്ല എങ്കിൽ പോലും അയാളുടെ യാത്രകളെ മറ്റും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് വാഹന സൗകര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അയാൾക്കുള്ള ജോലി തുടർച്ചയായിട്ട് കിട്ടുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാൾക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നത് ആരാണ്? നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, ഇന്ന് ഇയാളെ കൊണ്ടുപോയിരിക്കുന്നത് എവിടേക്കാണ്? കൊച്ചിയിലുള്ള പ്രത്യേക NIA കോടതിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് തൃശൂർ IS കേസുമായി ബന്ധപ്പെട്ട് സഹീർ എന്നോ മറ്റോ പേരുള്ള ഒരാളിനെ കൂടി ഇതേ NIA കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, കണ്ണൂരിലായാലും തൃശ്ശൂരിലായാലും ഇത്തരത്തിലുള്ള മത തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരുടെ കേസുകളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലോക്കൽ അറസ്റ്റ് നടത്താനായിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കേസുകൾ മാത്രമല്ല, മറ്റുള്ള കേസുകൾ ഇതുപോലെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ സംസ്ഥാന പോലീസിന് സാധിക്കുന്നില്ല. സംസ്ഥാന പോലീസ് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, സീറ്റ് ബെൽറ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ VIP-കളുടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ചുരുങ്ങിപ്പോകുന്ന സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ സ്ഥിരം സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഏജൻസി ഇത് ഏറ്റെടുത്തതിന് ശേഷം പോലും ഏതാണ്ട് 1.5 പതിറ്റാണ്ടിനടുത്തായി, 13 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ, ലോക്കൽ പോലീസിന്റെ ഒക്കെ സംവിധാനം കൂടുതലായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് എത്രത്തോളം സ്പീഡപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ശരി, ശരി. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ